കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞു വന്ന വീഡിയോസിൻ്റെ കണ്ടിന്യൂഷനാണ്. അതായത് കഴിഞ്ഞ വീഡിയോസിലേക്ക് നമ്മൾ FIS, FIR, അതുപോലെ തന്നെ ചാർജ് ഷീറ്റ് തുടങ്ങിയവയെല്ലാം നമുക്ക് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാമ്യം കിട്ടിയ കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് IPC 498A അടുത്ത ഘട്ടമാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കുറ്റപത്രം കോടതിയിൽ വായിച്ച് കേൾപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. പേര് അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരുവിധ സംഗതികളും ഈ പറയുന്ന ഒരു സ്റ്റേജിൽ ഇല്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ഒരു കേസ് ഡേറ്റ് നമുക്ക് കോടതിയിൽ നിന്നും കിട്ടും. ആ കിട്ടുന്ന ഡേറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, ആരൊക്കെയാണോ ഈ കേസിൽ അക്യൂസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രതികളെന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ളത് ആ വ്യക്തികൾ എല്ലാവരും നിർബന്ധമായും എന്താണ് ചെയ്യേണ്ടത്, ആ പറഞ്ഞ ഡേറ്റിന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണം. പ്ലസ് നിങ്ങളുടെ വക്കീലും കൂടെ ഉണ്ടാകണം. ഈ കേസ് കൊടുത്തിട്ടുള്ള പെൺകുട്ടിക്ക് ഓട്ടോമാറ്റിക്കായിട്ടും അതൊരു സ്റ്റേറ്റിൻ്റെ കേസ് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ടും അവിടെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ഗവൺമെൻറ് വക്കീലായിരിക്കും എന്താ പറയുക ഈ കേസ് കൊടുത്തിട്ടുള്ള പെൺകുട്ടിയുടെ വക്കീലേക്ക് ഉണ്ടാവുക. ദാറ്റ്സ് ഇറ്റ്. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, കേസ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോടതിയുടെ ജഡ്ജിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയ ഒരു കൂടുണ്ടാവും. ആ കൂട്ടിലേക്ക് നിങ്ങൾ എല്ലാവരും കയറി നിൽക്കുമ്പോൾ അക്യൂസ്ഡ് 1, അക്യൂസ്ഡ് 2, അക്യൂസ്ഡ് 3 പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും ആൾക്കാർ ഇടതു നിന്നും വലത്തോട്ടേക്ക് ഓർഡറിൽ 1, 2, 3 എന്നുള്ള ഓർഡറിൽ നിൽക്കാം. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ജഡ്ജിയുടെ അടുത്തുള്ള ക്ലറിക്കൽ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു, കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ കോടതിയിൽ സാധാരണഗതിയിൽ ഓപ്പൺ കോർട്ടിൽ എല്ലാവരുടെ മുമ്പിലും ഉറക്കെ വായിക്കും. ഇന്ന പെൺകുട്ടിക്ക് എതിരെയായിട്ട് ഇന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടി ഇന്ന പ്രശ്നങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള രൂപം. മൊത്തം കുറ്റപത്രം ഒന്നും വായിക്കുന്നില്ല, ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ അവിടെ വായിക്കുകയാണ് ചെയ്യുക. അത് വായിച്ചതിന് ശേഷം ജഡ്ജി നമ്മളോട് ചോദിക്കും, നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ഓരോ ആൾക്കാർ, അതായത് അക്യൂസ്ഡ് 1, 2, 3 എക്സെട്ര ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് എന്താണ് പറയണത്, ഞങ്ങൾ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഈ പറഞ്ഞതൊക്കെ ഞങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ളത് പറയും. ഞാൻ ഈ പറഞ്ഞത് സത്യസന്ധരായിട്ടുള്ള ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അല്ലാത്തവർക്കൊക്കെ എന്തായാലും നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് അവസാനം തെളിവ് നിങ്ങൾക്ക് പ്രതികൂലമാണ് എന്നുണ്ടെങ്കിൽ ശിക്ഷ കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ കുറ്റം നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജിയോട് പറഞ്ഞു. അതിനുശേഷം അപ്പോൾ ജഡ്ജി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ശിക്ഷ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞത് അത് അവിടെ നോട്ട് ചെയ്ത് വെക്കുന്നു. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഈ പറയുന്ന ഭർത്താവിൻ്റെ വീട്ടുകാരോട് തിരിച്ച് പൊക്കോളും, നെക്സ്റ്റ് ഹിയറിംഗ് ഡേറ്റിന് നിങ്ങൾ ഹാജരാകണം എന്ന് മാത്രമേ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ കേസ് കൊടുത്തിട്ടുള്ള ശ്രുതിയുടെ വീട്ടുകാരും എന്താ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി ഇവന്മാരെ പിടിച്ച് ജയിലിലിട്ട് ഇടിച്ച് ഇവരെ പൂട്ടല് പൊട്ടിക്കും എന്നാണ് അവരെല്ലാവരും വിചാരിച്ചിരുന്നത്. കാരണം അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലുള്ള വർത്തമാനങ്ങൾ മുഴുവനും. അതായത് ഒരു സ്ത്രീ ഒരു കള്ളക്കേസ് കൊടുക്കുകയാണെങ്കിൽ, നല്ല കേസിൻ്റെ കാര്യമല്ല പറയുന്നത്, പ്രത്യേകിച്ചും 498 അല്ലെങ്കിൽ ഗാർഹിക പീഡന നിയമപ്രകാരമൊക്കെയുള്ള ഒരു കള്ളക്കേസ് കോടതിയിൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള നിയമങ്ങളും പോലീസും മുഴുവനും സ്ത്രീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തെളിവുകളൊന്നും നോക്കാതെ അവൾ പറയുന്ന ആരോപണത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പുരുഷനെയും പുരുഷൻ്റെ കുടുംബങ്ങളെയും മുഴുവനും ജാമ്യം കിട്ടാത്ത വകുപ്പ് ചാർത്തി ജയിലിലിട്ട് ശിക്ഷിക്കുമെന്നൊക്കെയാണ് ഇവന്മാർ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യവും, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളും തെറ്റാണ് എന്നുള്ളത്
മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോറിയല്ല ഈ ഒരു നടന്ന സംഭവം ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നതിൽ പറയുന്ന സംഭവമുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, സ്റ്റേറ്റിന് ഒരിക്കലും ജാതി, അതായത് സെക്സ്, റേസ്, ബർത്ത് ഓഫ് പ്ലേസ് എന്നിവയിലേക്കും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ രാജ്യത്തുള്ള സിറ്റിസൻസിന് ഒരു കാരണവശാലും വേർതിരിച്ചു കാണുവാനോ അല്ലെങ്കിൽ അവർക്കെതിരെ തെറ്റായ നടപടികൾ സ്വീകരിക്കുവാനോ അധികാരമില്ല എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഈ ആർട്ടിക്കിൾ 15 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്റ്റേറ്റ് എന്നുള്ളൊരു വാക്ക് ഞാൻ പറഞ്ഞു. ഈ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കേരള സ്റ്റേറ്റ് അല്ലെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റ് എന്നല്ല അർത്ഥമാക്കുന്നത്. അത് ആർട്ടിക്കിൾ 12 എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഒരു ടേമാണ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ജുഡീഷ്യറി അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ മുഴുവനും ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. മനസ്സിലായതുകൊണ്ട് നമ്മുടെ കേരള സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ് അല്ല അവിടെ വരുന്നത്. അപ്പോൾ എന്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജുഡീഷ്യറി പോലെയുള്ള സംവിധാനങ്ങൾക്ക് ഇന്ത്യൻ ടെറിട്ടറിയിൽ ജീവിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്കെതിരെ ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ അല്ലെങ്കിൽ ജനിച്ച സ്ഥലത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ യാതൊരു വിധത്തിലുള്ള വേർതിരിവുകളും കാണിക്കുവാനായിട്ട് അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റായ നടപടി സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ നിയമലംഘനമാണെന്നും അതിനെതിരെ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കോടതികളിൽ കേസായിട്ട് പോവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി ഇതിൽ ഈ ഒരു 15 തന്നെ പറയുന്ന മറ്റൊരു ടേമും കൂടിയും പറയുന്നുണ്ട്. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയിട്ട് ഇതേ സ്റ്റേറ്റിന് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അതായത് പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള അവകാശമുണ്ട് എന്ന് മാത്രമല്ല, അവരെ ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക നിയമങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഗാർഹിക പീഡന അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അല്ലെങ്കിൽ IPC 498. ഇപ്പം നമ്മളതിനെ BNS 85, 86 എന്ന് പറയുന്നു. അതുപോലെ തന്നെ പോക്സോ ആക്ട്, JJ ആക്ട്, പിന്നെ നമ്മൾ പോഷ് ആക്ട്, ഇങ്ങനെയുള്ള പല ആക്ടുകളും വേണം. അതൊക്കെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും എന്തിനല്ല, അവരുടെ വൈരാഗ്യം തീർക്കുവാനുള്ള ഒരു എന്താ പറയുക റിവെഞ്ച് ചെയ്യുവാനായിട്ടുള്ള ഒരു സംഗതി ആയിട്ടല്ല കണക്കാക്കേണ്ടത് എന്നുള്ളതും കൂടി പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യയിൽ നിയമ സംവിധാനങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിക്കുക, റിവെഞ്ചിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് പണി കൊടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് ഈ കേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പുതിയ കേസിൽ തന്നെ നോക്കുക, ഇവരെന്ത് ചെയ്തേക്കുന്നത്, IPC 498A എന്ന് പറയുന്ന പരിപാവനമായിട്ടുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിനെ അവർ എന്ത് ചെയ്യുന്നു, പണത്തിനും സ്വത്തിനും വേണ്ടി ആ നിയമത്തിന് ദുരുപയോഗം ചെയ്യുകയും ഭർത്താവിൻ്റെ വീട്ടുകാർ കള്ളക്കേസിൽ കൊടുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. പണി അറിയാവുന്ന ഭർത്താവിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള വക്കീലും ഉള്ളതുകൊണ്ട് അവർക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം. മനസ്സിലായില്ല. പക്ഷേ എല്ലാവർക്കും നിയമങ്ങൾ കറക്റ്റായിട്ട് അറിയണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഒരു സ്റ്റോറി രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കുറ്റപത്രം വായിക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തന്നേക്കാണ്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വിചാരണ ആരംഭിക്കുകയാണ്. നമ്മൾ കുറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വിചാരണ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ വിചാരണ ചെയ്യുവാനായിട്ട് പോകുന്നത് ആരെയാണ്, കേസ് കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ ആളെയാണ്. അതായത് പരാതിക്കാരി ആരാണ്, ഇവിടെ സ്വതി എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഭാര്യയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.